ഇപ്പോൾ നമ്മുടെ ഓർക്കിഡിൽ മുട്ടകൾ കരിഞ്ഞു പോകുന്ന വലിയൊരു പ്രോബ്ലമാണ് നേരിടുന്നത്. അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചാൽ നമുക്ക് ഈ സ്പ്രേയറിലൊന്നും ബ്ലോക്ക് വരത്തില്ല കേട്ടോ. ഓർഗാനിക്കായിട്ടുള്ള ഒരു ജൈവ കീടനാശിനി നമ്മുടെ വീട്ടിലുള്ള 1-2 സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് 100% സക്സസ്ഫുൾ ആണെന്നുള്ളതാണ് ഒരു സന്തോഷം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജ്മി സുൽത്താന. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജൈവ ഓർഗാനിക് ആയിട്ടുള്ള ഈ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കേട്ടോ. എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എഫക്റ്റീവാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് ഈ ഒരു ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗാർഡനിലുള്ള മീലിബഗ്, എലപ്പേന്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ത്രിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെല്ലാം നമ്മൾ പല രീതിയിലുള്ള ഇൻസെക്ടിസൈഡിനെ പറ്റി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ഒരു മെത്തേഡാണിത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുമിൾനാശിനിയായിട്ട് വരെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ വെച്ചിട്ടുണ്ടാകുന്ന ഈ സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റായിട്ടൊരു പ്ലാന്റ് വേണേൽ അടിച്ച് നോക്കാം. കാരണം എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വീര്യമുള്ള ടൈപ്പാണ് നമ്മൾ ഓർഗാനിക് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ആവശ്യത്തിലാണ് ഞാനിപ്പോൾ ആ ഒരു റേഷ്യോ പറയുന്നത്. 1 ലിറ്ററിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ വേണം. അതുപോലെ തന്നെ വേണ്ടത് നമ്മുടെ നീം ഓയിൽ. ഒന്നെങ്കിൽ നീം ഓയിൽ എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റെന്തെങ്കിലും ഒരു എണ്ണ, കുറച്ച് ഓയിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലോ. സൺഫ്ലവർ ഓയിൽ കുറച്ച് സ്റ്റിക്കിയാണ് ഈ നീം ഓയിലൊക്കെ പോലെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് നീം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നീം ഓയിലാകുമ്പോൾ അറിയാമല്ലോ കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ ഇൻസെക്ടിസൈഡായിട്ട് ഓൾറെഡി യൂസ് ചെയ്തതാണ് ഓർഗാനിക്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു വെറ്റ്നർ കൂടി യൂസ് ചെയ്യാം. വെറ്റിംഗ് ഏജൻറ്റ് അറിയാം, ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വെറ്റിംഗ് ഏജൻറ്റ് നമുക്ക് 1 ലിറ്ററിന് ഒരു 2 ml എന്നുള്ള കണക്കിൽ ഈ വെറ്റിംഗ് ഏജൻറ്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഈ വെറ്റിംഗ് ഏജൻറ്റൊക്കെ നിങ്ങൾക്ക് എല്ലായിടും ചിലപ്പോൾ കിട്ടണമെന്നില്ല. വേണമെന്നുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിലുണ്ട്. സ്റ്റോറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അതിരാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാവേ. ഇപ്പോൾ 1 ടീസ്പൂൺ കണക്കിന് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ വെറ്റ്നർ ഒഴിച്ചു കൊടുക്കാം. വെറ്റിംഗ് ഏജൻറ്റ് ഒഴിക്കുമ്പോൾ അത് കൂടുതൽ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം 1 ലിറ്ററിന് 2 ml തികച്ച് വേണ്ട, 1 സംതിങ് ഒക്കെ മതിയാവും കേട്ടോ. നീം ഓയിൽ ഏകദേശം 5 ml എടുക്കാവേ. 5 ml എന്ന് പറയുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ കണക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് അളന്നൊഴിക്കാം. ബേക്കിംഗ് സോഡ നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ വേഗത്തിൽ അങ്ങ് അലിയും കേട്ടോ. അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചാൽ നമുക്ക് ഈ സ്പ്രേയറിലൊന്നും ബ്ലോക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വെള്ള കളറിലെ മിശ്രിതമായിട്ടാണ് വന്നത് കേട്ടോ. അത് നമ്മൾ നീം ഓയിലും ഈ സോഡാപ്പൊടിയുടെ ഒക്കെ ചേരുന്നത് കൊണ്ടാണേ. അപ്പോൾ നിങ്ങളൊരു കാരണവശാലും ബേക്കിംഗ് സോഡ എടുക്കണം, അതുപോലെ ബേക്കിംഗ് പൗഡർ എടുക്കരുത് കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാകുന്ന ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ തന്നെ എടുക്കണം, സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളറിലെ പൗഡർ ഉണ്ടല്ലോ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് സെയിം സാധനം തന്നെ.
ഇനി നമുക്ക് പ്ലാന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു 5 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി നോക്കിയാൽ പൂമൊട്ടിലൊക്കെ കാണാം മഞ്ഞ വണ്ട്, ഒരുപാട് തരത്തിലുള്ള ഈ കടന്തലിൻ്റെയൊക്കെ പോലുള്ള കുറേ തരത്തിലുള്ള വണ്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് സ്മെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ ജീവികളൊക്കെ അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 4 ദിവസം ഇടവിട്ട് ഈ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. അപ്പം ആദ്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ 1-2 പ്ലാന്റ്സിൽ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. കാരണം ഈ സോഡയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അതിൻ്റെ ഒരു എഫക്റ്റിന്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓർക്കിഡിൽ മൊട്ടുകൾ കരിഞ്ഞു പോകുന്ന വലിയൊരു പ്രോബ്ലമാണ് നേരിടുന്നത്. അപ്പം അതിനും ഈ ഒരു ഇൻസെക്ടിസൈഡ് വളരെ നല്ലതാണ്. അപ്പം ആ ഒരു പ്രോബ്ലം ഉള്ള പ്ലാന്റിലും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് ഇത് അടിച്ചു കൊടുക്കാം. ലീഫിലും ബഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അടിച്ചാൽ നല്ല രീതിയിൽ ഈ പൂമൊട്ടുകൾ കരിഞ്ഞു പോകുന്ന ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഇൻസെക്ടിസൈഡാണിത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.